സ്വന്തം കഥ പറഞ്ഞ് എനിക്ക് ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി. അതായിരുന്നു ഈ കർണന്റെ ലാസ്റ്റ് അറ്റംപ്റ്റ്. നമ്മുടെ വിജയരാഘവൻ വിളിച്ച് ഉണ്ണി മുകുന്ദന്റെ ഒരു പടം സക്സസ് ആയല്ലോ. അപ്പോഴും ഉണ്ണി മുകുന്ദനെ വിളിച്ച് പറഞ്ഞു, ഒരു സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്, നിനക്ക് ആപ്റ്റാണ്. ഈ പടം വന്നപ്പോഴാണ് നമുക്ക് കാരണം മാളി പടം കിട്ടും, അടുത്ത പടം അതി. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പി ശ്രീകുമാർ എന്ന് പറയുന്ന ഡയറക്ടറാണ്, അതുപോലെ അഭിനേതാവാണ്, തിരക്കഥാകൃത്താണ്, ഒക്കെയാണ്. ഇദ്ദേഹം ഇപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഉണ്ണി മൂന്നിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വേറെ ഒന്നുമല്ല, ഇദ്ദേഹം കർണൻ എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതായത് മോഹൻലാലിന് വേണ്ട, മമ്മൂട്ടിക്ക് വേണ്ട, ടോവിനോക്ക് വേണ്ട, അതുപോലെ തന്നെ പൃഥ്വിരാജിന് വേണ്ട, ഇവരെല്ലാം ഒഴിവാക്കിയ ഒരു സ്ക്രിപ്റ്റാണെന്ന് ഉണ്ണി മൂന്നിനെ കൃത്യമായിട്ട് അറിയാം. കാരണം ഇത് ഉണ്ണി മൂന്നനിലേക്ക് എത്തണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം ഒഴിവാക്കി, ഇവരെല്ലാം തഴഞ്ഞ സ്ക്രിപ്റ്റല്ലേ അങ്ങോട്ട് വരിക. അപ്പൊ അങ്ങനെ ഉണ്ണി മൂന്നനോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യൂ, തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. അത് അദ്ദേഹത്തിന്റെ സൗകര്യം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്ത്, അദ്ദേഹം എഴുതിയ സ്ക്രിപ്റ്റ് ആർക്കൊക്കെ വായിച്ചു കേൾപ്പിക്കണം, അത് എവിടെ വെച്ച് വായിച്ചു കേൾപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അദ്ദേഹം തന്നെയാണ്. ഉണ്ണി മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ തിരക്കിലാണ്, അതുകൊണ്ട് കേട്ടാ ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരാളെ പറഞ്ഞു വിടാം, അയാളുടെ കയ്യിൽ കൊടുത്തുവിടും എന്ന് പറഞ്ഞപ്പോഴേ ഇദ്ദേഹം പറഞ്ഞു, മമ്മൂട്ടി വരെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായത് താനൊക്കെ ആരാ, താനൊക്കെ ഇന്നലെ പൊട്ടിയ തകരയാണ്, ഞാനൊക്കെ ഒരുപാട് മുന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഇപ്പോഴും ചില ചാനലുകളൊക്കെ വന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ബഹുമാനിക്കണമെങ്കിൽ ആ ബഹുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സെന്ന് വരേണ്ടതാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. ശ്രീകുമാറിന്റെ കഥകൾ തന്നെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മമ്മൂട്ടിയുമായിട്ട് ഇദ്ദേഹം ഭയങ്കര വഴക്കിലായിരുന്നു. അതായത് ഏതോ ഒരു സിനിമയ്ക്ക് മമ്മൂട്ടിന്റെ ഡേറ്റ് എടുക്കാൻ പോയപ്പോഴും മമ്മൂട്ടി എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഈഗോയും മനസ്സിൽ വെച്ച് ഇദ്ദേഹം വർഷങ്ങളോളം ഇരുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇയാൾ ആ ഒരു സിനിമ എടുത്തു, അതുപോലെ തന്നെ മറ്റു പല സിനിമകളും എടുത്തു. നിർമ്മിച്ച സിനിമകളെല്ലാം പൊട്ടിത്തകർന്നു. ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരുപാട് ദുരന്തമുണ്ടായി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അനുജന് എന്തെല്ലോ സംഭവിച്ചു. അങ്ങനെയൊക്കെ വളരെയധികം വിഷമത്തിൽ നിൽക്കുമ്പോഴും മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ വിളിച്ച് ഒരു ഡേറ്റ് കൊടുക്കുകയാണ്. അങ്ങനെയാണ് വിഷ്ണു എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയത്. ആ വിഷ്ണു എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അഭിനേതാവായിട്ടും അതുപോലെ തന്നെ നല്ല നല്ല റോളുകളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീകുമാർ എന്ന് പറയുന്ന നടൻ വളരെ നല്ല നടനാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള എന്താ പറയേണ്ടത് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു നടനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഈഗോ ഉണ്ട്. ആ ഈഗോ അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴിയിൽ ചാടിക്കുന്നതേ ഞാൻ പറയുള്ളൂ. ഒരു പക്ഷേ ഇത് നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കാം, പക്ഷേ മമ്മൂട്ടിയും പൃഥ്വിരാജും അതുപോലെ തന്നെ മോഹൻലാലൊക്കെ ഒഴിവാക്കിയത് ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പുണ്ടായിരിക്കാം. അതായത് ഈ സ്ക്രിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു തലവേദനയിലേ അവസാനിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വലിയ ശല്യമാകും എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ടായിരിക്കാം ഈ കർണൻ എന്ന് പറയുന്ന സാധനം കുറേ നാളായി ഇതും കൊണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഇനി നടക്കുമോ തന്നെ എനിക്കറിയില്ല. ഈ കർണൻ അതായത് നമ്മുടെ ഏതൊരു സിനിമയില്ലേ ഭീമൻ, അങ്ങനെയായിട്ട് മോഹൻലാലിൻ്റെ ഒരു ഭീമൻ എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്, അതിൻ്റെതായിട്ട് കർണൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വർഷമായി. അങ്ങനെ ഈ കർണൻ നല്ലൊരു സിനിമയാണെങ്കിൽ മമ്മൂട്ടി തന്നെ പറയും, ബാടാവേ നമുക്കങ്ങ് ചെയ്ത് കളയാന്ന് പറയും. പക്ഷെ മമ്മൂട്ടി പോലും ഉപേക്ഷിച്ചൊരു സംഭവമാണ് ഉണ്ണി മൂന്നിൻ്റെ അടുക്ക പോയിട്ട് പറയുന്നത്, നീയൊക്കെ എന്നെ എങ്ങനെ പഠിപ്പിക്കാനായോ എന്ന്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ഞാൻ ബാക്കി കൂടി കേട്ടിട്ട് വരാം. അങ്ങനെ കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ടേ. അതേ ചെയ്യാവൂ, ആ പടം എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എന്നാലും പറഞ്ഞു. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വന്നു, ഉണ്ണി ചേട്ടാ ഇങ്ങനെ വിജയരാഘവൻ ചേട്ടൻ പറഞ്ഞു, ആ ഉണ്ട്, എങ്ങനെയാ ചേട്ടാ നമുക്കൊന്ന് വായിച്ച്. ഞാൻ പറഞ്ഞ് ട്രിവാൻഡ്രത്തെ വീട്ടിൽ വന്നാൽ ഞാനിത് വായിച്ച് കേൾപ്പിച്ചാൽ. ഒന്നാമത് കർണൻ എന്ന് പറയുന്നത് വായിച്ച് കേൾപ്പിക്കണം. കാരണം ഈ ഡയലോഗ് ഡെലിവറി ഒക്കെ വളരെ പ്രധാനമാണ്. ഈ യൂഷ്വൽ ലാംഗ്വേജ് നീ എടുക്കൊണ്ടേ എന്നല്ല ഡയലോഗ് അല്ലേ. നിങ്ങൾ ധർമ്മശാസ്ത്ര പ്രകാരം അനുസരിച്ച് മറ്റത് മറിച്ചെന്ന് പറഞ്ഞാൽ അത്ര കടുത്ത പദങ്ങളുടെ പൗരാണിക ഭാഷയാണ്. അപ്പൊ അതൊക്കെ ആരോപണം അവരോണം താളമൊക്കെ ഇട്ടിട്ട് ഈ ക്ലാസിക്കൽ ആക്ടിങ്ങിനൊക്കെ പറ്റിയ വിധത്തിലുള്ള മൂവ്മെന്റ്സിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെയാണ്. അപ്പൊ അത് നമ്മൾ ഒരാളിനെ കേൾപ്പിക്കുമ്പോൾ ആ താളത്തിൽ വായിച്ചു കൊടുത്തിരുന്നാലേ അതിന്റെ പവർ മനസ്സിലാകും. അപ്പൊ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറെ കഴിഞ്ഞപ്പോൾ ട്രിവാൻഡ്രത്ത് ഞാൻ വരുമ്പോൾ ചേട്ടാന്ന് വെച്ചാൽ ഓക്കെ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തൊന്ന് ഞാൻ വിളിച്ചു. ഇവിടെ ഞാൻ ഈ പടത്തിന്റെ പ്രൊമോഷനായിട്ട് ഓടിയാണെങ്കിൽ വളരെ ബിസിയാണ്, എനിക്ക് ഇപ്പൊ അങ്ങോട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഒരാളെ ഞാൻ സ്ക്രിപ്റ്റിംഗ് കൊടുത്തായിരിക്കും അങ്ങോട്ട്. ആരെയും പേര് പറയുന്നില്ല, എത്ര വലിയ നടനായിരുന്നാലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞു ഇത് അങ്ങനെ കൊടുത്തയക്കാനുള്ള സ്ക്രിപ്റ്റ് അല്ല, നിങ്ങൾക്ക് സമയം ഉണ്ടാകുമ്പോഴത്തേക്ക് അപ്പോഴും ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വായിച്ചേപ്പിച്ചാൽ. ഇത്രയും വർഷമായിട്ട് എന്നിട്ട് ഇതാരും ഇതുവരെ വായിച്ച് കേൾപ്പിച്ചിട്ടുമില്ല, ഇതാരും സിനിമയാക്കിയിട്ടുമില്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു ഈഗോയും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെയുണ്ട്. ഇദ്ദേഹത്തിന് കുറച്ച് അഹന്തതയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. കാരണം എന്താ, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റാണ് കർണൻ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന് താല്പര്യമില്ല
താല്പര്യമില്ല ആളെ വെച്ച് അദ്ദേഹം അഭിനയിക്കും, അതുപോലെ താല്പര്യമുള്ള ആൾക്ക് കൊടുക്കും. ഉണ്ണിമൂന്തനല്ല, മമ്മൂട്ടിയല്ല, മോഹൻലാലല്ല, ഇനി ആര് വന്നു കഴിഞ്ഞാലും എനിക്ക് സൗകര്യമില്ല. അതായത് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ കഥ ഇഷ്ടമാണെന്ന് പറയണം, അല്ലാതെ ഞാൻ അങ്ങോട്ട് വരത്തില്ല എന്നുള്ള ആ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അത് തന്നെയാണ് ശ്രീകുമാറിൻ്റെ വിന എന്നും പറയാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അധികാര പരിധി എന്നും പറയാം. അതായത് അദ്ദേഹത്തിന് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണ്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നിന്റെ അഹങ്കാരം കൊണ്ടല്ലേ എൻ്റെ കർണൻ അങ്ങനെ ഇരുന്നത് എന്ന് വരെ പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ രീതി ഇതാണ്, വേണമെങ്കിൽ എൻ്റെ അടുത്ത് വരിക എന്നുള്ളത് അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഉണ്ണിമൂന്തനെ പറ്റി പറഞ്ഞത് ഇങ്ങനെ, അതായത് താനൊക്കെ ഇന്നലെ വന്നതല്ലേ, ഞാനൊക്കെ എത്ര കാലമായി അറിയോ, അങ്ങനെ കാലമായിട്ടൊന്നും കാര്യമില്ല. അതായത് നമ്മളെ കാട്ടിയോ ഒക്കെ എന്ന് പറഞ്ഞ് ചിലപ്പോൾ പുറകിൽ വന്നോന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ എങ്ങ് കയറിപ്പോകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യം നല്ല രീതിയിൽ ശ്രീകുമാർ എന്ന് പറയുന്ന നടനെ തുണച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അതൊന്നും വകവയ്ക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള എടുത്തുചാട്ടങ്ങളിലും ചാടിയിട്ട് അദ്ദേഹത്തിൻ്റെ പൈസയും കാര്യങ്ങളും എല്ലാം പോയ ഒരു സംഭവമുണ്ട്. അതായത് ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു നടൻ അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട്ടിലേതായിരുന്നു തിരുവനന്തപുരത്തെ. പിന്നീട് എന്നുകൊണ്ട് ഇദ്ദേഹം സിനിമയിലേക്ക് ഇറങ്ങുന്നു. സിനിമയിലേക്ക് ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പടങ്ങളെല്ലാം പൊട്ടുന്നു. അതുപോലെ തന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ അനുജൻ പിന്നീട് എന്ന് പറഞ്ഞാൽ മരണപ്പെടുന്നു. അതുപോലെ സഹോദരിമാർ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലും കഴിവില്ലാത്ത തരത്തിൽ പോയപ്പോൾ സഹോദരിമാർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണപ്പെടുകയാണ്. അതിനുശേഷമാണ് വിഷ്ണു എന്ന് പറയുന്ന സിനിമയിലൂടെ മമ്മൂട്ടി ഇദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം അറിഞ്ഞ് ഇദ്ദേഹത്തെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ദേഷ്യം പിടിപ്പിച്ച്, അതായത് അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ട് വെറുപ്പ് പിടിച്ച്, നിന്റെ ഇത് വേണ്ട എനിക്ക്, എന്താ ഒരു ജാതിക്കാരൻ വരെ അതിൻ്റെ അകത്ത് പറഞ്ഞിന്, നിന്റെ മതക്കാരനാണോ ജാതിക്കാരനോ അങ്ങനെയെന്നോ പറഞ്ഞിന്. അങ്ങനെയൊക്കെ പറഞ്ഞു വന്ന ശ്രീകുമാർ പിന്നീട് തന്നെ ശ്രീകുമാറിനെ രക്ഷപ്പെടുത്താൻ മമ്മൂട്ടി തന്നെ വേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്ന് ശ്രീകുമാർ ചേട്ടാ, ഒരു കാര്യം ചെയ്യുക. അതായത് കർണൻ എന്ന് പറയുന്ന സിനിമയായിട്ട് കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. കുറേ നാൾ മധുബാലി ചെയ്യുമെന്ന് പറഞ്ഞു, അതുപോലെ പൃഥ്വിരാജ് ചെയ്യുമെന്ന് പറഞ്ഞു, മമ്മൂട്ടി ചെയ്യുമെന്ന് പറഞ്ഞു, ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് ആവശ്യപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോവുക, അയാളെ വായിച്ച് കേൾപ്പിക്കുക. അയാളെ തിരുവനന്തപുരത്ത് വരുത്തിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അയാൾ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെയൊക്കെ സമയത്തിന് ഒരുപാട് വിലയുള്ളതാണ്. അയാളൊക്കെ ഒരു തിരക്കുള്ളൊരു നടനാണ്. അപ്പോഴും ശ്രീകുമാറിന് വേണമെങ്കിൽ പറയാം, എൻ്റെ തിരക്കഥയ്ക്ക് സമയമുണ്ടാകുമ്പോൾ വന്നാൽ മതി, ഇപ്പം പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പറയുന്നതിലും കുഴപ്പമില്ല. പക്ഷേ ഇത്ര വർഷമായിട്ടും അതൊന്നും ആയിട്ടില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മാളികപ്പുറം ഇറങ്ങിയിട്ട് എത്ര നാളായി? ഇത്ര വർഷമായിട്ടും അത് ഒരാൾ പോലും ആ ഒരു തിരക്കഥ ഏറ്റെടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ പുറകിലെന്നാ മമ്മൂട്ടിക്ക് പോലും വേണ്ട, മോഹൻലാലിന് വേണ്ട, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ വേണ്ട, പ്രധാനപ്പെട്ട നടന്മാർക്ക് ആർക്കും വേണ്ട. അപ്പൊ ഉണ്ണിമൂന്തനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഡേ അതിന് പോയി തലവെച്ച് കൊടുക്കല്ലേ, തലവെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ അധോഗതിയാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. അതിൽ ഉണ്ണിമൂന്തനെ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ ആവശ്യം നിറവേറ്റണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് താഴ്ന്നു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഉണ്ണിമൂന്തന് സപ്പോർട്ട് ഇല്ലാത്ത കുറേ എണ്ണം വന്നിട്ട് നീ ആരാടാ അത് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ എൻ്റെ കാര്യം മാത്രമാണ്. അതായത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഉണ്ണിമൂന്തനെ പോലെ തിരക്കുള്ള ഒരു നടൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പോയിട്ട് പറഞ്ഞു കേൾപ്പിക്കാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഏതായാലും ശ്രീകുമാർ സാറിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് സിനിമയാകട്ടെ, സിനിമയായതിനു ശേഷം നമുക്ക് എല്ലാവർക്കും കാണാം. നന്ദി, നമസ്കാരം.